തൃശ്ശൂർ കെടീസേ ഭയങ്കര വിഷമത്തിലാട്ടോ ആ വീഡിയോ ചെയ്യണത്. നമ്മുടെ മുണ്ടത്തിക്കോട് നടന്ന അപകടം, തൃശ്ശൂർ മുണ്ടത്തിക്കോട് നടന്ന അപകടം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഞാൻ അറിയുന്ന 2-3 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ കമ്മിറ്റിക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം നടത്തണോ വേണ്ടേ എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പൂരം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ചെറിയ രീതിയിൽ നടത്തുക. എന്തായാലും ഇത്ര പേര് മരിച്ച സ്ഥിതിക്ക് നമ്മൾ ഇതിങ്ങനെ ആഘോഷിക്കുന്നത് തൃശ്ശൂർക്കാർക്ക് യോജിച്ചൊരു പരിപാടിയില്ല. ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണേ, നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക, അതാണ് വേണ്ടത്. ചെറിയ രീതിയിൽ ആചാരങ്ങളെല്ലാം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെറിയ രീതിയിൽ നടത്തുക. നമുക്ക് അടുത്ത പോലും പിടയ്ക്കാനേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണ കേട്ടോ. പിന്നെ ഇതിൽ പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കച്ചവടക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. ചെറിയ ആൾക്കാർക്കായാലും വലിയ ആൾക്കാർക്കായാലും. കുറേ ആൾക്കാർ സ്റ്റോക്കും സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടാവും. കുറേ ആൾക്കാർ പൂരം മുന്നിൽ കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പൊളിയും. അല്ലെങ്കിൽ ആകെ പൊളിഞ്ഞിരിക്കുക. ഗ്യാസിൻ്റെ പ്രശ്നമായാലും കൊറോണ വന്നു, ഗ്യാസിൻ്റെ പ്രശ്നം, വെള്ളപ്പൊക്കം വന്നു, പല പ്രശ്നങ്ങളും വന്നു. പക്ഷെ ഇതൊക്കെ ശരിയാവുന്നേ, സെറ്റാവും. നമ്മൾ ഇക്കൊല്ലത്ത് പൂരാണ്ട് സെറ്റാക്കി വിടുക. അടുത്ത കൊല്ലം പിടയ്ക്കാം. നമ്മൾ ആ മരിച്ച ആൾക്കാരെ കുടുംബത്തിൻ്റെ ഒപ്പം നിന്ന് ദുഃഖത്തിൽ പങ്കുചേർന്ന് സെറ്റായി നടക്കുക. അതാണ് തൃശ്ശൂർക്കാർക്ക് പറ്റിയൊരു സംഭവം. എന്താ നിങ്ങളുടെ അഭിപ്രായം?